അപ്പോൾ നമ്മളെ കിറ്റിലുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്നത് 2 ടൂൾസുകളാണ്. ഇത് പ്രസ്സിങ് ടൂളാണ്, ഇത് കട്ടിംഗ് പ്ലെയറാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് പ്രസ് ചെയ്യാൻ, അതുപോലെ തന്നെ ചുറ്റിയെടുക്കാൻ, എന്താ പറയുക, പ്രസ് ചെയ്തിട്ട് നമുക്ക് ലെവലാക്കാൻ, അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്കൊരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നോസ് പ്ലെയർ, അങ്ങനെ കുറച്ച് വെറൈറ്റി പ്ലെയേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഉപയോഗം ഈ ഒറ്റ പ്ലെയർ കൊണ്ട് തന്നെ നടക്കും. അപ്പോൾ നമുക്ക് വഴിയെ ഓരോന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അടുത്ത വരുന്നത് ഗിയർ വയറാണ്. അത് സിൽവറും ഗോൾഡും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ത്രെഡിന് പകരം യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ്. ഇത് നമ്മൾ എന്താ പറയുക, ഹെയർ ബാൻഡ് മേക്കിംഗ് ചെയ്യുമ്പോൾ ഒരു ടൈപ്പ് ഗിയർ വയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമുക്കറിയാം, അത് ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിരിക്കാനൊക്കെ പറ്റും. ഇത് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല പിരിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ആയ അതേ രീതിയിൽ തന്നെ ആവും. അതുപോലെ തന്നെ ഈ ഒരു വയർ യൂസ് ചെയ്യുന്നത് നമുക്ക് മാലയൊക്കെ നല്ല ഇങ്ങനെ തൂങ്ങി ഹാങ്ങിങ് ആയി കിടക്കാനാണ്. മറ്റേ നല്ല സ്ട്രെയിറ്റ് ആയിട്ടല്ല നിൽക്കുക. അപ്പം അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഇത് നമുക്ക് പാദസരം, അതുപോലെ തന്നെ ചെയിന്, ബ്രേസ്ലെറ്റ്, ഇതൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. നമ്മൾ നൂലൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ പൊട്ടിപ്പോകില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ B7000 ഗ്ലൂ ആണ്. ഇത് നമുക്ക് ആവശ്യമുള്ളൊരു ഐറ്റമാണ്. അതായത് സ്റ്റിക്ക് ചെയ്യേണ്ട പല ഐറ്റങ്ങളും നമുക്ക് ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഇനി വരുന്നത് ബീഡ്സുകളാണ്. ഇത് ക്രിസ്റ്റൽ ബീഡ്സാണ്, സിൽവർ. ഇത് നമുക്ക് പാദസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അടുത്ത് വരുന്നത് 6mm ഈ ഒരു ഡബിൾ ഷെയ്ഡുള്ള ബീഡ്സാണ്. ഇത് പലർക്കും പല കളേഴ്സായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അടുത്ത് വരുന്നത് ഈ ഒരു ക്രിസ്റ്റലാണ്, ബ്ലാക്ക് ക്രിസ്റ്റൽ. ഇത് നമുക്ക് ഒരു ചോക്കർ ടൈപ്പ് ചെയിൻ ചെയ്യാനും, അതുപോലെ ബ്രേസ്ലെറ്റ് ചെയ്യാനും, കരിമണി ബ്രേസ്ലെറ്റ്, കരിമണി കരിമണി ചെയിൻ, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു 5mm ക്രിസ്റ്റൽ ബീഡ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഐറ്റം. അതുപോലെ ഇതിലൊരു സ്പ്രിങ് പോലെ കാണുന്നുണ്ടാവും, അത് ജംറിങ് ആണ്. ജംറിങ് 2 രീതിയിൽ വരുന്നുണ്ട്. ഇങ്ങനെ സ്പ്രിങ് ആയിട്ട് വരുന്നതും ഉണ്ട്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കാണിക്കുക. ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ളത് ഈ ഒരു സ്പ്രിങ് ടൈപ്പാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ വഴിയെ കാണിക്കാം കേട്ടോ. അടുത്തത് ബ്ലാക്ക് ക്രിസ്റ്റൽ തന്നെയാണ്. ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ പാദസരം ചെയ്യുന്ന സ്റ്റോണാണ് കേട്ടോ, ബീഡ്സാണ്. ഇത് ക്രിസ്റ്റലാണ് വരുന്നത്. അടുത്ത് വരുന്നത് വൈറ്റ് 2.5mm ബീഡ്സാണ്. ഇതിൽ വേറൊരു ഐറ്റം കൂടി ഉണ്ട്, ഒരേ ഐറ്റമല്ല 2 ഐറ്റം. ഇതുപോലൊരു സ്റ്റോൺ വന്നിട്ടുണ്ടാവും. ഇത് കുന്തൻ സ്റ്റോണാണ്. ഇത് വന്നിട്ട് നമുക്ക് സമോസ കുന്തൻ സ്റ്റോൺ എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഒരു പാക്കിൽ വരുന്നത് കുന്തൻ സ്റ്റോണുകൾ തന്നെയാണ്. കുന്തൻ സ്റ്റോണുകൾ. ഇത് നമുക്ക് നെക്ലേസുകൾ, ബ്രേസ്ലെറ്റുകൾ ഒക്കെ ചെയ്യാൻ പറ്റും. സ്റ്റഡൊക്കെ ചെയ്യാം കേട്ടോ. അതിൽ തന്നെ ബ്രേസ്ലെറ്റിൻ്റെ കൊളുത്തും കണ്ണിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്പേസറാണ്, ഗോൾഡൻ കളർ സ്പേസറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ ഈ 3 ഐറ്റംസാണുള്ളത്. അടുത്തത് വരുന്നത് ഐപ്പിന്നാണ്. ഐപ്പിൻ എന്ന് പറയുന്നത് ഐപ്പിന്നും ഹെഡ് പിന്നും ഉണ്ട്. നമുക്ക് അത് മാറിപ്പോകരുത്.
രണ്ടിനും രണ്ട് ഉപയോഗങ്ങളാണ് ഉള്ളത്. അത് നമുക്ക് ഐപ്പിന് നോക്കാം. ഐപ്പിന് വരുന്നത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു ലൂപ്പായിട്ടാണ്. നമുക്ക് ജോയിൻ്റ് ചെയ്ത് കണ്ണികൾ അങ്ങനെ ജോയിൻ്റ് ചെയ്ത് പോകുന്നതിന്, അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് ഇയറിങ്സ്, അതുപോലെ തന്നെ ലോക്കറ്റുകളൊക്കെ ഉണ്ടാക്കാൻ ഒക്കെ ഇത് യൂസ് ചെയ്യും കേട്ടോ. അത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് എന്തിനൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. അടുത്ത വരുന്നത് ഹെഡ് പിന്നാണ്. ഹെഡ് പിന്ന് നമ്മൾ ആണി പോലെയൊക്കെയാണ് തോന്നുക. ഇതിൻ്റെ ഈ ഒരു എഡ്ജിൽ ഇതുപോലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഭാഗമായിരിക്കും ഉണ്ടാവുക. ഇവിടെ നോർമലി പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതും വരുന്നത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് കിടക്കാനാണ്. ഇത് അധികം ഹാങ്ങിങ് ആയിട്ടാണ്, നമുക്ക് ജോയിൻ്റ് ചെയ്ത് പോകാതെ പറ്റില്ല. അത് ഹാങ്ങിങ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റഡൊക്കെ ചെയ്യാം. ഇതിൽ ഇപ്പോൾ ഒരു സ്റ്റോണോ ബീഡ്സ് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ സ്റ്റഡൊക്കെ മേക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്നത് പാക്കറ്റ്. ഇത് കുറച്ചധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് വരുന്നത് ഇയറിങ്സിൻ്റെ ഒരു റിങ്ങാണ്. ഇതിൽ നമുക്ക് ബീഡ്സുകൾ കോർത്ത് നമുക്ക് ഇയറിങ്സ് പല മോഡലിൽ ചെയ്യട്ടാം. സിമ്പിളായിട്ടും ചെയ്യാം, ഹെവി ആയിട്ടും ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഒരു മോഡലാണ് ഇതിൽ പഠിക്കുക. ഈ ഒരു മേക്കിങ്ങിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് ഐറ്റം ചെയ്യുന്നതൊക്കെ കാണാം. പിന്നെ ഈ ഒരു ഐറ്റംസൊക്കെ നമുക്ക് ചെയ്ത് വരുമ്പോൾ പല ഐഡിയകളും വരും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒക്കെ ചെയ്തെടുക്കാം. പിന്നെ വരുന്നത് ഫിഷ് ലോക്കാണ്. സിൽവറും ഗോൾഡും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹുക്സ്, ഇതും ഇയറിങ്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് വെച്ചിട്ട് 2 ടൈപ്പ് ഇയറിങ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഗോൾഡൻ ചെയിന് നമുക്ക് പാദസരം മേക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ചെയിനാണ് ചെയ്യുന്നത്. ചെയിനും ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ചോക്ക് ടൈപ്പ് ചെയിനുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് ചെയിനായിട്ടും യൂസ് ചെയ്യാം. പിന്നെ പാദസരത്തിൻ്റെ മണികളാണിത്, കിലുക്കം. ഇതൊരു ജോഡിയാണ് കിറ്റിലുണ്ടായിരുന്നത്. അപ്പം ഇനി അടുത്ത് വരുന്നത് സ്റ്റഡ് ബേസ് ഉണ്ട്. സിൽവറും ഗോൾഡും സ്റ്റഡ് ബേസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വാഷറാണിത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജംപ് റിങ് എന്ന്, സ്പ്രിങ് പോലുള്ള ഇതിൽ സിൽവറിൽ വന്നിട്ടുള്ള ജംപ് റിങ് ആണ് ഇത്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടാണ് ഈ സ്പ്രിങ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കടകളിൽ ഇങ്ങനെയും വാങ്ങിക്കാൻ കിട്ടും, ഈ ടൈപ്പും വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിന്നെ ചെറിയ ബോൾസുകൾ കാണുന്നുണ്ടാവും ഇതിൽ, സിൽവറും അതുപോലെ തന്നെ ഗോൾഡനും. ഇത് നമുക്ക് മെയിനായിട്ട് ജ്വല്ലറി മേക്കിങ്ങിൽ അത്യാവശ്യമുള്ളൊരു ഐറ്റമാണ്. കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല റേറ്റാണ് ഈ ഒരു ഐറ്റത്തിന് കേട്ടോ. ഒരു ഇത്തിരി പോലും ഒരു 10 ഗ്രാം തേച്ചുണ്ടാവില്ല, അതിന് 20 രൂപയാണ്. 10 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്തിരിയേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഇതിലുള്ള അത്രയേ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ജ്വല്ലറികളൊക്കെ ചെയ്യുമ്പം ഈ നൂല് നമുക്ക് കെട്ടാനൊന്നും പറ്റില്ലല്ലോ, കെട്ടാനും പിരിക്കാനും ഒന്നും പറ്റില്ല. അപ്പം അത് അവിടെ കുടുങ്ങി സ്റ്റക്കായി കിടക്കാനുള്ളതാണ്. അപ്പോൾ ഓരോന്ന് മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. ഇനി ലാസ്റ്റ് വരുന്നത് ബാക്ക് ത്രെഡാണ്. ഇതൊരു ചോക്കർ ചെയിന് നമുക്ക് ത്രെഡായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിലുള്ളത്. നമുക്കിനി ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങാം.